ഹാവോക്കിൽ നിന്ന് കണ്ടോ നമുക്ക് ആ ഒരു റെസ്പോൺസ് പവർ ശരിക്കും ഒരു കമ്പ്യൂട്ടർ ബൈക്ക് പോലെ 52 Nm പീക്ക് 95 96. What's happening people, this is Koji Machan and welcome back to another vlog. So ഇന്ന് നമ്മുടെ ഇരിക്കണ ഏറ്റവും പുതിയ ഒബൻ റോർ ഈസി ആട്ടോ. ഇത് അവരുടെ ഏറ്റവും പുതിയ വേർഷനാണ്. അവരൊരു കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിൽ വണ്ടിയിലേക്കാണ് അവർ ഈ ഒരു വണ്ടി അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൂടുതലും സിറ്റി ഓടിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് സിറ്റി യൂസിന് പേർപ്പസിനായിട്ടുള്ള ഒരു വണ്ടിയാണ്. അതേപോലത്തെ ഒരു ഡിസൈനാണ് ഇതിൽ യൂസ് ചെയ്യുക. അതിൻ്റെ പെർഫോമൻസും റേഞ്ചും എല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനത്തെ ഒരു വണ്ടിയാണ് അവർ ഇറക്കിയേക്കണം ഇപ്രാവശ്യം. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കാം. ഫ്രണ്ട് നമുക്ക് കാണാം LED ഹെഡ് ലാംപ്സ് ആണ്. ആ ഡിസൈനിൽ വ്യത്യാസമില്ല. LED നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ യൂണിഫൈഡ് ബ്രേക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രേക്കിംഗ് ടെക്നോളജി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നേരത്തെ ഉള്ളതാണ്. നമുക്ക് ബാറ്ററി പാക്ക് 3 ബാറ്ററി പാക്കിലാണ് വന്നിരിക്കുന്നത്. അതായത് 2.6 kWh, 3.4 kWh, 4.4 kWh. IDC റേഞ്ച് പറഞ്ഞാൽ 175 km ആണ്. നമുക്ക് ആക്ച്വലി ഒരു 140, 130, 140 km വരെ നമുക്ക് റേഞ്ചിങ് ആയി കിട്ടും. നമുക്ക് ബെൽറ്റ് ഡ്രിവൺ ആണ് ഇത് വന്നേക്കണത്. അത്യാവശ്യം നല്ല വലിയ സീറ്റാണ്, കുഷൻഡ് ആയിട്ടുള്ള സീറ്റാണ്. ചാർജ് ചെയ്യാൻ ഇതിൻ്റെ അകത്താണ് നമുക്ക് ചാർജിങ് ഓപ്ഷൻ വന്നേക്കണത്. അതും നല്ല അടിപൊളിയായിട്ട് അവരിവിടെ ഒരു ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട് വയർ പോകാനും ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ വെക്കാനുള്ള ഓപ്ഷനും എല്ലാ കാര്യവും നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഭയങ്കര ഒരു നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ. ഇതിൽ നമുക്ക് 3 മോഡ്സാണ് ഉള്ളത്. മോഡ്സ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യണം. നമുക്ക് എക്കോ, സിറ്റി, ഹാവോക്ക് മോഡിലാണ് നമുക്ക് ഏറ്റവും പവർ ഫീൽ ചെയ്യാൻ പോകുന്നത്. 52 Nm ഓഫ് ടോർക്കാണ്. 7.5 kW മോട്ടറാണ് അവർ ഇതിൽ യൂസ് ചെയ്തേക്കണത്. ആൻഡ് 0 to 40 in 3.3 seconds ടോപ്പ് സ്പീഡ് ഓഫ് 95 km/h ടോപ്പ് സ്പീഡുമാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടാൻ പോണത്. ഇതാണ് സ്വിച്ച് ഗിയേഴ്സൊക്കെ അത്യാവശ്യം പാസ്. നമുക്ക് 2 ബ്രേക്സ് ഇവിടെ തന്നെയാണെന്നുള്ളത്. രണ്ടും നമുക്ക് ഹൈഡ്രോളിക് ബ്രേക്സ് നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക്കാണ്. കണ്ടോ, ഇവിടെയും ഡിസ്ക്, റിയറും ഡിസ്ക്കാണ്. നമുക്ക് ഫ്രണ്ടും ഡിസ്ക് ബ്രേക്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ വ്യത്യാസമൊന്നുമില്ല. സോ ഇതാണ് ഈ സൈഡിൽ നിന്ന് നമുക്ക് ഇതിൽ 4 കളർ വേരിയൻസിലാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. സർജ്, സിയാൻ, ഫോട്ടോൺ വൈറ്റ്, ലൂമ ഗ്രീൻ ആൻഡ് ഇലക്ട്രോ ആംബർ. ഈ 4 കളർ വേരിയൻസിലാണ് അവർ ഈ വണ്ടി കൊണ്ടുവന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ കാര്യം. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞാൽ 89,999 റുപ്പീസാണ് എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2,200 രൂപ നമുക്ക് EMI വെച്ചിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാവുന്നതാണ്. അതായത് 2,999 ബുക്കും ചെയ്യാം. അതുപോലെ ടെസ്റ്റ് ഡ്രൈവും എല്ലാം ഇപ്പോൾ ബുക്കിംഗ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ ഷോറൂം ഉള്ളത് 60 ഷോറൂംസ് അവർ വന്നിട്ടുണ്ടതും ട്രിവാൻഡ്രത്തും കൊച്ചിയിലുമാണ് ഇപ്രാവശ്യം ഇപ്പോൾ അവർക്ക് ഷോറൂം ഉള്ളത്. ബാക്കി ഇനിയും ഷോറൂമുകൾ വരും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് കുറേ കാര്യങ്ങൾ, ഡ്രൈവർ അസിസ്റ്റൻറ്റ്, തെഫ്റ്റ് പ്രൊട്ടക്ഷൻ, ജിയോ ടാഗിങ്, അതുകൊണ്ട് ഡ്രൈവർ അലേർട്ട് സിസ്റ്റം, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റിയറിലെ ലുക്ക് ഞാൻ കാണിച്ചത്. നമുക്ക് ഫുൾ LED സെറ്റപ്പിൽ തന്നെയാണ് വന്നേക്കണത്. നമുക്ക് വെയിറ്റ് നോക്കുമ്പോൾ 138 kg ആണ് സ്റ്റാർട്ടിങ്. അതായത് ബേസ് വേരിയൻറ്റ് 138 kg, ഹയസ്റ്റ് വേരിയൻറ്റ് 148 kg ആണ്. അത് ആ ബാറ്ററി സൈസ് അനുസരിച്ച് വെയിറ്റ് മാറും. സീറ്റ് ഹൈറ്റ് 810 mm ആണ്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് കിൽ സ്വിച്ച് ഉണ്ട്, നല്ല കാര്യം. സൈഡ് സ്റ്റാൻഡ് ഇട്ടാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. പിന്നെ ജസ്റ്റ് ബ്രേക്ക് പിടിക്കുക, ഈ ഒരു ബട്ടൺ ഞെക്കുക, അപ്പോൾ സ്റ്റാർട്ടായി. അത് ഞെക്കിയാൽ തന്നെ നമുക്ക് സിറ്റി, എക്കോ അങ്ങനത്തെ മോഡ്സൊക്കെ മാറും. അപ്പോൾ നമുക്ക് ഓടിച്ചോട് സംസാരിക്കാം. ഫസ്റ്റ് തന്നെ റൈഡിങ് പൊസിഷനിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ്. നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, മെനൂവർ ചെയ്യാം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് പെട്ടെന്ന് വെട്ടിച്ചൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസെ പോലെ ഭയങ്കര മാസീവ് ആയിട്ടുള്ളൊരു പുഷോ കാര്യങ്ങളോ നമുക്ക് ഇതിൻ്റെ എക്കോയും സിറ്റി മോഡിലും നമുക്ക് കിട്ടില്ല. 3 മോഡ്സാണ്, എക്കോ, സിറ്റി, ഹാവോക്ക് മോഡ്. ഹാവോക്കിലാണ് നമുക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് തോന്നുന്നത്. അല്ലാത്ത 2 മോഡിലും ഭയങ്കര ഗ്രാജുവലായിട്ടാണ് നമുക്ക് പവർ കയറുന്നത്. അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ ബൈക്സൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന LFP ബാറ്ററിയാണ്. ആ ബാറ്ററിയുടെ യൂസ് എന്ന് വെച്ചാൽ ഇത് 50% മോർ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആണ്. ആൻഡ് 2x ലോങ്ങർ ലൈഫാണ്. അതായത് ലൈഫും കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ലോങ്ങർ ലൈഫ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ കമ്പനി ഇതിന് 75,000 അല്ലെങ്കിൽ 5 year വാറണ്ടിയും കമ്പനി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ വണ്ടി ഞാൻ പറഞ്ഞ പോലെ 3 ബാറ്ററി വേരിയൻസ് ഉണ്ട്. അപ്പോൾ 3-നും 3 റേഞ്ചാണ്. അതിന് ഏറ്റവും മാക്സിമം IDC റേഞ്ച് പറഞ്ഞേക്കുന്നത് 175 km ആണ്. അത് നമുക്ക് 4.4 kWh ബാറ്ററിക്കാണ് ആ ഒരു റേഞ്ച് കമ്പനി പറഞ്ഞേക്കണത്. ഇതിൻ്റെ ഹാവോക്ക് മോഡ് ഇട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പക്ഷേ ഇപ്പോൾ നമ്മൾ അകത്ത് ഓടിക്കുന്നതുകൊണ്ട് ഞാൻ ഹൈവേ കയറിയിട്ട് ഞാൻ ഒരു ഹാവോക്ക് മോഡ് നിങ്ങൾക്ക് മൊത്തത്തിൽ കാണിച്ചു തരാം എന്താണ് ഹാവോക്ക് മോഡെന്ന്. പിന്നെ ക്ലസ്റ്ററൊക്കെ അത്യാവശ്യം വിസിബിൾ ആണ്. നമുക്ക് റേഞ്ച് കാണാൻ പറ്റും. ഓഡോമീറ്റർ ഉണ്ട്. നമുക്ക് ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ലെവൽസ് നമുക്ക് ഇവിടെയാണ് കാണിക്കുന്നത്. പിന്നെ സ്പീഡ്, പിന്നെ ഒബൻ്റെ ഒരു ലോഗോയും ഇവിടെയാണ്. നമുക്ക് മോഡ്സ് ചേഞ്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ ജസ്റ്റ് സിറ്റി ഞെക്കിയാൽ സിറ്റി മോഡിലേക്കാവും. അതിൽ നമുക്ക് ത്രോട്ടിൽ റെസ്പോൺസ് ഹാവോക്കിൽ കണ്ടോ, നമുക്ക് ആ ഒരു റെസ്പോൺസ് നമുക്ക് നല്ല വ്യത്യാസമുണ്ട്. ആ ഒരു ഫീല് നമുക്ക് നല്ല വ്യത്യാസം തോന്നും നമുക്ക് ഹാവോക്കിലേക്ക് ഇടുമ്പോൾ. ഹാവോക്കിലേക്ക് ഇട്ടാലും നല്ല ബ്രേക്കിംഗ് ആണ്, നല്ല ബ്രേക്സ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
വണ്ടിയുടെ ബ്രേക്സൊക്കെ ആയാലും അത്യാവശ്യം യൂണിഫൈഡ് ബ്രേക്ക് അസിസ്റ്റ് സിസ്റ്റമാണ് ഇതിനുള്ളത്. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ആ ബ്രേക്കിംഗ് പെർഫോമൻസും നമുക്ക് വണ്ടിയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. കൂടുതലും എനിക്ക് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു യൂസ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും ഒരു സ്കൂട്ടറിൽ ഗിയറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു തലവേദനയില്ല. നമ്മൾ സ്ഥിരം സിറ്റിയിൽ ദിവസം ഒരു 100 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 50 to 80 കിലോമീറ്റേഴ്സ് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഗിയറും ചേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെറിയൊരു മടുപ്പ് നമുക്ക് വരും. അത് നമ്മൾ ഇലക്ട്രിക് വണ്ടി ഓടിക്കുമ്പോഴേ നമുക്കത് മടുപ്പായിട്ട് തോന്നുള്ളൂ. കാര്യം ഇലക്ട്രിക് വണ്ടിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ത്രോട്ടിൽ ചെയ്യുക, നമ്മളൊരു സ്കൂട്ടർ ഓടിക്കാൻ പോലെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് വൈബ്രേഷനായിട്ടൊന്നും ഇല്ല, വൈബ്രേറ്റ് ചെയ്യാനുള്ള പാർട്സ് ഒന്നുമില്ല. നമ്മുടെ വണ്ടിയിൽ എഞ്ചിനാണ് നമുക്ക് റൺ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് വൈബ്രേഷൻ കൂടുതലുണ്ടാവണേ. ഇതിന് വൈബ്രേഷൻ എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നും വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ റൈഡിൻ്റെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിൽ നമുക്ക് 80% ചാർജ് വെറും 45 മിനിറ്റ്സിൽ നമുക്ക് ചാർജ് ഔട്ടോ. അതായത് 0 to 80 45 മിനിറ്റ്സിലാണ് ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റാണ്, റിയർ കുറച്ച് ഹാർഡായിട്ടുണ്ട്. പ്രീലോഡ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ബട്ട് ആ ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. നല്ല രീതിയിൽ നമുക്ക് ഡാമിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഹൈവേ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ഇതിൻ്റെ ഹാവോക്ക് മോഡ്, എത്രത്തോളം സ്പീഡും വണ്ടി കയറുന്നുണ്ടെന്ന്. ഒരു നോർമൽ നമ്മൾ കമ്പ്യൂട്ടർ ബൈക്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പവർ ശരിക്കും ഒരു കമ്പ്യൂട്ടർ ബൈക്ക് പോലെ 52 Nm പീക്ക് ടോർക്ക് ഉണ്ടാക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിനർത്ഥം നല്ലൊരു ടോർക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇനീഷ്യൽ ഒരു പുള്ള് നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് ഇതിൻ്റെ പ്രൈസിങ് 89,000 ആണ് ഇതിൻ്റെ പ്രൈസിങ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് നോർമൽ കമ്പ്യൂട്ടർ ബൈക്സൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം അതേ ഒരു പ്രൈസാണ്. കാരണം കുറവ് പ്രൈസ് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ ഒരു 1 lakh താഴെ കിട്ടുന്ന വണ്ടികളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസും റേഞ്ചും എല്ലാം ഒരു അടിപൊളി സിറ്റി കമ്പ്യൂട്ടർ തന്നെ ആക്കാൻ പറ്റിയ വണ്ടി. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ ഇവിടെ നിന്ന് വണ്ടിയുടെ 0 to 100 അല്ല, ജസ്റ്റ് ഞാനൊരു ഇനീഷ്യൽ പവർ കാണിച്ചു തരാം. ബാക്കിൽ നമുക്കൊരു ലോറി വട്ടം വെച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, സോ 3, 2, 1 ലെറ്റ്സ് ഗോ. ഹാവോക്ക് മോഡിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. കണ്ടോ 40, 50, 60 ആയി. ഇറ്റ്സ് ഗെറ്റിംഗ് ഫാസ്റ്റ്. 70, 80 ആയി. 80. ഇതൊരു കയറ്റമാണ്. ഇറ്റ്സ് ആൻ ഇൻക്ലൈൻഡ് സ്ലോപ്പ്. 90. ഓക്കെ, കയറ്റത്ത് നമുക്ക് 90 വരെ കിട്ടുമെന്ന് തോന്നണം. Okay, 94, 95, 96, 97, 98, 99, 100. Yes. So don't try this. Just ഞാൻ വണ്ടിയുടെ പെർഫോമൻസ് കാണിച്ചെന്നുള്ളൂ. ഇതാണ് ഹാവോക്ക് മോഡിലിട്ട് നമുക്ക് വണ്ടി ഓൾമോസ്റ്റ് 100 വരെയും വണ്ടിയുടെ സ്പീഡ് കയറുന്നതായിരിക്കും കേട്ടോ. ഇന്ത്യയിൽ ഇവരാണ് ആദ്യമായിട്ട് LFP ബാറ്ററി ടെക്നോളജി കൊണ്ടുവന്നേക്കുന്നത്. ആ ഒരു ബാറ്ററി ടെക്നോളജി ഇവരാണ് കൊണ്ടുവന്നത്. ആ ഒരു ഒബൻ ഇലക്ട്രിക് എന്ന് പറഞ്ഞ വണ്ടിയിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ആ ഒരു ബാറ്ററി. കാര്യം ഈ ടെസ്ല പിന്നെ നമ്മുടെ BYD അങ്ങനത്തെ ബ്രാൻഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി ടെക്നോളജിയാണ് നമ്മുടെ ഈ ഒരു ഒബൻ യൂസ് ചെയ്യണേ അവരുടെ ബാറ്ററീസ്. അപ്പോൾ ബാറ്ററി ആർ മോർ റിലയബിൾ എന്നാണ് നമ്മുടെ കമ്പനി ക്ലെയിം ചെയ്തേക്കുന്നത്. യെസ്, ഇതിപ്പോൾ അവരുടെ ഷോറൂംസ് നമ്മുടെ കൊച്ചിയിലുണ്ട്, അതുപോലെ ട്രിവാൻഡ്രത്തും ഉണ്ട് ഷോറൂം. ഇനിയും 60ഓളം ഷോറൂമുകൾ വരുമെന്നാണ് കമ്പനി പറഞ്ഞേക്കുന്നത്. പെട്ടെന്ന് തന്നെ വരും മാസങ്ങളിൽ, വർഷം പോലും പറഞ്ഞില്ല, വരും മാസങ്ങളിൽ ഇനിയും 60 ഷോറൂമുകൾ വരും. അപ്പോൾ നമുക്ക് ഇനിയും ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് ഒബൻ കെയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ് തോന്നുന്നത് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം ഹീറ്റിംഗ് ഒക്കെ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. നമ്മൾ വണ്ടികളൊക്കെ ഓടിക്കും, പെട്രോൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അതൊക്കെ വ്യത്യാസമാണ്. ഒരിക്കലും ഞാൻ പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യില്ല. ബട്ട് അതിൽ നിന്ന് നമ്മളിത് ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് വ്യത്യാസങ്ങളാണ്. അയ്യോ വച്ച പോയി കണ്ടോ. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ബ്ലോക്കിലൊക്കെ കിടക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അറിയത്തുമില്ല, വണ്ടി ജസ്റ്റ് ഓഫ് ചെയ്ത് അങ്ങനെ കിടക്കും. നമുക്കൊരു ബുദ്ധിമുട്ടില്ല, ചൂടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മെയിൻ്റെനൻസും അവർ പറയണത് നോർമൽ പെട്രോൾ ബൈക്സിനെക്കാളും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബൈക്സ് 100cc ബൈക്സിനെക്കാട്ടും നോർമൽ ബൈക്സിനെക്കാട്ടും ഭയങ്കര എക്സ്പെൻസസ് ഇതിന് കുറവാണെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യണേ. അത് നമുക്ക് കുറച്ചും കൂടെ ലോങ് ടേം ആണ്. ദിസ് ഇസ് ജസ്റ്റ് എ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കണ ഒരു നിയോ ക്ലാസിക് ഡിസൈനാണ് വിത്ത് ARX ഫ്രെയിം വർക്ക്. 4 കളർ വേരിയൻസിലാണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞു ഒന്നും കൂടെ പ്രൈസ് ഞാൻ പറഞ്ഞാൽ 89,999 rupees ആണ് ഈ ഒരു വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണ ഫോർ ദ ബേസ്
ബേസ് വേരിയൻറ്റ് ആൻഡ് വെറും 2200 രൂപ ഉണ്ടെങ്കിൽ മാസം നിങ്ങൾക്ക് EMI ഈ വണ്ടി എടുക്കാം. ആൻഡ് 2999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാം. എല്ലാ ഷോറൂമിലും ടെസ്റ്റ് ഡ്രൈവ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ വണ്ടി റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇവരുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഷോറൂം വിസിറ്റ് ചെയ്യാം. നമ്മുടെ കൊച്ചിയിലുള്ള ഷോറൂം എന്ന് വെച്ചാൽ നമ്മുടെ കുണ്ടന്നൂർ പാലത്തിൻ്റെ സൈഡിലായിട്ടാണ് ഷോറൂം. അതുകൂടാതെ ട്രിവാൻഡ്രത്തും ഒരു ഷോറൂമുണ്ട്. പിന്നെ മേജർ സിറ്റീസിലുണ്ട്. ഇനിയും 60 ഷോറൂമുകളും ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. പെട്ടെന്ന് തന്നെ സർവീസും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ് ഒബൻ ഇലക്ട്രിക് ചെയ്തേക്കണത്. സോ ഇതൊരു ഡെയിലി കമ്പ്യൂട്ടറായിട്ട് ഞാൻ ഉപയോഗിക്കാമെന്ന് പറയും. ഭയങ്കര രസമാണ്. നമുക്ക് കുറച്ച് ഫൺ വേണമെങ്കിൽ ഹാവോക്ക് മോഡിൽ ഇട്ടാൽ മതി. കൈ കൊടുത്താൽ വണ്ടി ചാടി പോകും. നേരെ തിരിച്ച് നമുക്കൊരു ശാന്തിയും സമാധാനത്തോടെ ഒഴുക്കണമെങ്കിൽ സിറ്റി മോഡിലേക്ക് ഇടുക. സിറ്റി മോഡിലേക്ക് ഇട്ടാൽ ഈസി ആയിട്ട് നമുക്ക് സിറ്റിയിൽ നമുക്ക് നല്ല രീതിയിൽ ചാർജ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഈ വണ്ടി കൊണ്ട് നടക്കാൻ പറ്റും. സോ അതാണ് എൻ്റെ ഫസ്റ്റ് റൈഡ് ഇംപ്രഷനെ വണ്ടീനെ പറ്റി. നമുക്ക് ലോങ് ടേം ഒക്കെ എടുത്ത് നോക്കാം. എത്ര ചാർജ് വെക്കും, അല്ലെങ്കിൽ ഒരു ഫുൾ ചാർജ് എത്ര കിലോമീറ്റർ ഓടും, ഇപ്പോൾ എത്രത്തോളം നമുക്ക് ഇതിൻ്റെ ചാർജ് ചെയ്താൽ എത്ര സമയം എടുക്കും എന്നുള്ള കാര്യം നമുക്കൊരു ലോങ് ടേം റിവ്യൂ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം. ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ്. നമുക്ക് വണ്ടിയുടെ ഓബിയസ്ലി പഴയ വണ്ടിനെക്കാട്ടും നല്ല ഇംപ്രൂവ്ഡ് വേർഷൻ തന്നെ വേണേൽ പറയാം. എനിക്ക് കുറച്ചും കൂടെ ബ്രേക്സും എല്ലാം കൊണ്ടും നല്ല അടിപൊളി കംഫർട്ടബിൾ സിറ്റി കമ്മ്യൂട്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ താഴെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്താൽ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലിൽ സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. +60 ന്യൂ ഷോറൂംസാണ് ഈ ഒരു ഒബൻ അവർ കൊണ്ടുവരാൻ പോകണം. ഇപ്പോൾ ഷോറൂം ഉള്ളത് നമ്മൾ കൊച്ചിയിലും ട്രിവാൻഡ്രത്തുമാണ് ഷോറൂം ഉള്ളത്. സോറി അങ്കിൾ. നടക്കണ വഴിയിൽ ഞാൻ വണ്ടി വെച്ചാൽ പിന്നെ തെറിയിട്ടല്ലോ.